അതേസമയം മറ്റു വാർഡുകളിൽ നൽകുന്നത് പോലെ പ്രസ്തുത വാർഡിലേക്കും ഫണ്ട് അനുവദിച്ചതിന് പുറമെ 10 ലക്ഷം രൂപ കൂടി റോഡിന് അനുവദിച്ചപ്പോൾ മറ്റുള്ള കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുയർന്നതിനാലാണ് ഫണ്ട് പിൻവലിച്ചതെന്നും മുൻപ് കൗൺസിൽ യോഗത്തിൽ എതിർപ്പുയർന്നപ്പോൾ പിന്നീട് പരിശോധിച്ച് ചെയ്യാമെന്ന് അന്ന് തന്നെ നോട്ട് എഴുതി വെച്ചിരുന്നെന്നും നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു CTV പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. 2024-ൽ ഹാപ്പിനെസ് പാർക്ക് പദ്ധതിക്കായി പണിയരുകുന്ന് കോളനിയിലേക്ക് 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും സ്ഥലം ലഭ്യമാകാത്തതിനാൽ പദ്ധതി മാറ്റിവെക്കുകയായിരുന്നെന്ന് നഗരസഭാ ചെയർമാൻ P.T. ബാബു പറഞ്ഞു. മറ്റു കൗൺസിലർമാരുടെ വാർഡുകളിൽ നൽകുന്നത് പോലെ പ്രസ്തുത വാർഡിലേക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അതിനു പുറമെ 10 ലക്ഷം രൂപ കൂടി റോഡിന് അനുവദിച്ചപ്പോൾ മറ്റുള്ള കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുയർന്നതുകൊണ്ട് പിന്നീട് പരിശോധിച്ച് ചെയ്യാമെന്ന് താൻ അന്ന് തന്നെ ഫയലിൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ P.T. ബാബു CTV പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. അവസാന ഘട്ടം 2024-25 സാമ്പത്തിക വർഷമാണ് തുടക്കത്തിൽ ഹാപ്പിനെസ് പാർക്കിൽ പൊതുവായിട്ട് ഫണ്ട് വെച്ചത്. ആ പദ്ധതി നടക്കില്ല എന്ന് കണ്ടപ്പോൾ അത് നമ്മൾ എവിടെയും ചർച്ച ചെയ്യാതെ എയ്ക്ക് കത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് റോഡിന് വേണ്ടി മാറ്റുക ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാ ഡിവിഷനിലേക്കും തുല്യമായിട്ടാണ് നാളെ ഇതുവരെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫണ്ടും വേണു കല്ലൂരിറ്റിയുടെ ഡിവിഷനിലും കൃത്യമായിട്ട് എല്ലാ സാധാരണ കൊടുക്കുന്ന ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് പുറമെയാണ് ആ ഫണ്ട് വന്നത്. അപ്പൊ അത് അന്ന് കൗൺസിലർമാർ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇതാണ് സംഭവം, ഇതിവിടെ പരിശോധിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2022-23 വർഷത്തെ പദ്ധതിയിൽ 49 ലക്ഷം രൂപ ഇതേ കോളനിയിലേക്ക് വിവിധ പദ്ധതികൾക്കായി അനുവദിച്ചിരുന്നുവെങ്കിലും ഡിവിഷൻ കൗൺസിലറായ വേണു കല്ലൂട്ടിയുടെ അനാസ്ഥ മൂലം അതിൽ 27 ലക്ഷം രൂപയും ലാപ്സായി പോകുകയായിരുന്നെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. പണിയരുകുന്ന് കോളനിയിലേക്ക് 2022-23 സാമ്പത്തിക വർഷം 49 ലക്ഷം രൂപ ST ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ 49 ലക്ഷം രൂപ ഈ കൗൺസിലർ എന്താ ചെയ്തത്? 49 ലക്ഷം രൂപ 27 ലക്ഷം രൂപ ലാപ്സായി പോയി. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പണിയരുകുന്ന് കോളനിയിലേക്ക് ഫണ്ട് വെക്കണം എന്നുള്ള ഈ റോഡ് അന്ന് വെച്ചാൽ മതി. ST ഫണ്ട് 49 ലക്ഷം കിട്ടിയിരുന്നു. ഈ പിന്നെ അദ്ദേഹത്തിന്റെ പിടിപ്പുകോട് കൊണ്ട് ഈ ഫണ്ട് ലാപ്സാകുന്ന സ്ഥിതി ഉണ്ടായി. നമുക്ക് കട്ടായി പോയി. ന്യൂസ് ബ്യൂറോ, മുക്കം.